നന്ദൻ ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. ചെല്ല്. പേടിപ്പിക്കണ്ട സാറേ. ഇപ്പൊ ഇവിടെ എന്ത് കളിയാ നടന്നേന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ വെറുതെ വിട്ട് കളയില്ല ഞാൻ. കാണാം. അപ്പോൾ ഓക്കെ മാധവ. ശരി. എന്താമേ? നീ എവിടെയാ? ഞാനൊരു സ്ഥലം വരെ പോവാ. എന്തേ? ഇവിടെ ബലരാമനും മീരയൊക്കെ വന്നിട്ടുണ്ട്. ബലരാമന് നിന്നോട് ചില കാര്യങ്ങള് അത്യാവശ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന്. അവർ ഇന്ന് ഈവനിങ് ഡൽഹിക്ക് പോവും. നീ എപ്പോ തിരിച്ചു വരും? ഞാൻ വരെ കുറച്ച് ലേറ്റ് ആവും. എന്താ ഇത്ര തിരക്കിലാവാൻ? എങ്ങോട്ടാ പോകുന്നേ? ഞാനൊരു ഫ്രണ്ടിന്റെ കാര്യത്തിന് വേണ്ടി പോവാ. എവിടേക്ക്? അമ്മേ, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഞാൻ പിന്നെ വിളിച്ചോളാം. സിദ്ധു, ഈവനിങ് ഫ്ലൈറ്റിന് ഞങ്ങൾ പോവും. ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഇനി നന്ദനും മീരയും കൂടി നോക്കട്ടെ. പിന്നെ എല്ലാം പ്രഭ മോണിറ്റർ ചെയ്തോളൂല്ലോ. മീര ഇവിടെ താമസിച്ചോളാം സമ്മതിച്ചത് എനിക്കെന്തായാലും വലിയ റിലീഫായി. എനിക്കിനിയിപ്പോ സമാധാനമായിട്ട് അവിടുത്തെ ജോലിയിൽ മുഴുകാം. ഏത് കാര്യത്തിന്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ആ, കാര്യങ്ങളെല്ലാം ഇനി മീരയും നന്ദനും കൂടി മാനേജ് ചെയ്തോളൂ എന്ന് പറയായിരുന്നു ഞാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് തന്നെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യം വരില്ല ബലരാമൻ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. എനിക്കറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. മോളെ, നിന്റെ വർക്കുകളിൽ നന്ദനെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചു വേണം പോവാൻ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം എല്ലാ കാര്യങ്ങളിലും. മനസ്സിലായോ? ആ, ഇനി ഓഫീസിലേക്കുള്ള യാത്ര നാളെ മുതൽ രണ്ടുപേരും ഒരു കാറിൽ മതി. എന്നായാലും ജീവിതത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടവരല്ലേ, ഇപ്പോഴേ തുടങ്ങിക്കോളൂ. എന്താ ബാലു, ഞാൻ എന്താ LKG കുട്ടിയാ? സ്കൂൾ ബസ് കയറ്റി ഇവിടെ. എന്നൊരു കാര്യം ചെയ്, ഒരു വാട്ടർ ബോട്ടിലും റെയിൻകോട്ടും ഒരു കൊടയും കൂടെ വാങ്ങിച്ചാ. പ്രഭാൻഡി ഉണ്ടല്ലോ, എന്റെ കാര്യങ്ങളൊക്കെ ആന്റി നോക്കിക്കോളൂ. അതെനിക്കറിയാം. ആ പ്രഭ, ഇവിടെ തരം കിട്ടിയ വണ്ടി എടുത്ത് അലഞ്ഞെറിയാൻ പോവും. നാളെ മുതൽ ഇവിടെ എവിടെ പോയാലും പ്രഭ അതറിഞ്ഞിരിക്കണം. പ്രഭയ്ക്ക് ഇവളോടുള്ള സ്നേഹം എന്തായാലും ഇവൾ മുതലെടുക്കാൻ നോക്കും. അതനുവദിക്കരുത്. ബാലു, ഒരുപാട് ഫ്രീഡം ഒന്നും കൊടുക്കണ്ട, തലേ കയറും. ശരിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഡേ, നീ പ്രഭയ്ക്കൊരു തലവേദന ആവരുത്. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ ആ നിമിഷം ഞാൻ തിരിച്ചു വന്ന് ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോകും. മനസ്സിലായ? അങ്ങനൊന്നും വേണ്ടി വരില്ല. മീരെ ഞാൻ നോക്കിക്കോളാം. ആ സിദ്ധു, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ വിളിച്ചോളാം. പിന്നെ ഇവരുടെ വിവാഹക്കാര്യമൊക്കെ പ്രഭയ്ക്ക് വിട്ടു തന്നിരിക്കാൻ ഞാൻ.
എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ ഓക്കെ. സിദ്ധു, ഞാൻ ഇറങ്ങും. സിദ്ധു മോളെ. ചന്ദ്രയെ കൂടെ കൂട്ടാമായിരുന്നു. ഞാൻ വിളിച്ചതാ. അവള് വലിയ ജോലി തിരക്കില. തേവക്കാട്ട് വീട്ടിലെ സകല അച്ചാറുകളും പാത്രങ്ങളും പാക്ക് ചെയ്ത് വെക്കാനുള്ള തിരക്കില അവള്. എന്താ ചെയ്യാ? പറഞ്ഞത് അറം പറ്റുമോ അച്ഛാ? ഈ അവസ്ഥയില് ആന്റി അവരുടെ കല്യാണം തീരുമാനിച്ച നമ്മൾ എന്താ ചെയ്യാ? ഹലോ. എന്തായിരുന്നു ഫോൺ എടുക്കാൻ ഇത്ര താമസം? ചൂടാവല്ലേ? കോൾസ് ഞാൻ കണ്ടു പ്രകാശ്, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഇത്ര ബിസി ആവാൻ എന്താ? എത്ര നേരായെന്നറിയോ ഞാൻ വിളിക്കുന്നേ? സോറി പിണങ്ങാതെടാ. കളിക്കാതെ കാര്യം പറ. എന്താ നീ കോൾ എടുക്കാത്തത്? അച്ഛനും അമ്മയും ഇടവും വലവും നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഫോൺ എടുക്കാനാ? അവർക്ക് അല്ലെങ്കിൽ എന്നെ നല്ല സംശയം ഉണ്ടെന്ന് അറിയാലോ. അവരെ വിട്ടിട്ട് ഞാൻ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒന്നും പേടിക്കാനില്ലല്ലോ. നമുക്ക് അടിച്ചു പൊളിക്കാം. ബലരാമന്റെയും ചന്ദ്രമതിയുടെയും ചാര കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? അയ്യട മോനെ, ബലരാമനും ഭാര്യയും മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. കക്ഷിയുടെ റഡാറുകളെല്ലാം ഇപ്പോഴും ഇവിടെ സദാസമയം ജാഗ്രത പുലർത്തുന്നുണ്ടാവും. എന്നെ കണ്ണടച്ച് വിശ്വസിച്ച് പോകുന്നു തോന്നുന്നുണ്ടോ? എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും കയറി ചെല്ലുമ്പോഴുള്ള സ്കാനിങ് ഇല്ലല്ലോ. എവിടെ? വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന മട്ടിലാണ് മോനെ എന്റെ ജീവിതം. അതെന്താ? പോയത് ഒരു ബാലുവും ചന്ദ്രമതിയാണെങ്കിലേ പ്രഭാന്റി ഒരു 10 ബാലുവും ചന്ദ്രയും കൂടി ചേർന്നതാ. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോ പഴയതിലും മോശമായിന്നാണോ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അങ്ങനെയാ. ഇതിപ്പോ ആകെ കുഴപ്പാവൂല്ലോ. എടോ സിനിമ നടാ, അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഗെയിമിനല്ലേ ത്രില്ല്. ഓ, അത് ശരിയാ. എന്നാ പിന്നെ നാളെ തുടങ്ങിക്കോളൂ. അല്ല, എന്താ ഐശ്വര്യേട്ട ആദ്യം ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നാളെ മുതല് എന്റെ ഓഫീസിൽ പോക്കും വരവും നന്ദന്റെ കൂടെ ഒരു കാറിൽ മതിയെന്ന തീരുമാനം. ആദ്യം അത് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നന്ദന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആന്റിയാ പ്രശ്നം. ഓ, നമുക്കത് മാനേജ് ചെയ്യാം. എന്നാലേ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് കാണാനെങ്കിലും പറ്റൂ. ഞാൻ സിറ്റിയിലുണ്ട്, ഫ്രീയാ. ഇപ്പൊ ഇറങ്ങാൻ പറ്റുമോ? ഒരു രക്ഷയില്ല മോനെ. നമുക്ക് നാളെ കാണാം. ഓക്കെ? ഓ, ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അല്ലെങ്കിൽ ശാരി വന്ന് അങ്ങനെ പറയില്ല. എടാ, പോലീസ് ഉണ്ടായിരുന്നല്ലേ, അകത്തേറി നോക്കണം നിനക്ക് നിർബന്ധം പറയായിരുന്നല്ലോ. അതെങ്ങനെയാ? അങ്ങനെ ഒരു സംശയം ശാരിയുടെ സംസാരത്തിൽ തോന്നണ്ടേ? വളരെ നോർമലായിട്ട് വന്ന് ചോദിച്ചെനക്ക് മറുപടി പറഞ്ഞു. പിന്നെ പുറത്തുനിന്ന് വന്നവർക്ക് എന്താ പ്രശ്നം? അവളുടെ അച്ഛനാണെങ്കിൽ ഇനി എന്നെ കുറിച്ച് പറയാനൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ. എന്തൊക്കെ കഥകളാ എന്നെ പറ്റി പറഞ്ഞുണ്ടാക്കിയത്. ശരിക്കും ഞാൻ പോലും ഞെട്ടിപ്പോയി. അതിൽ കുറച്ചെങ്കിലും കൂടെ വന്നവരും വിശ്വസിച്ചു കാണും. ചുരുക്കി പറഞ്ഞ വാദി പ്രതിയായി അല്ലേ? അതെ, വ്യാജ പരാതി കൊടുത്തതിന് കേസെടുക്കാതിരുന്നത് അച്ഛന്റെ പേര് കൂടെ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ അവരെന്നെ പൊക്കിയാന്. എന്നാലും ഇത്ര പെട്ടെന്ന് എന്താ അവിടെ സംഭവിച്ചത്? അവരെ ഇടവും വലവും തിരിയാൻ വയ്യാത്ത വിധം കാർത്തികേയൻ പൂട്ടിയിരിക്കുകയല്ലേ. തൽക്കാലം അവർക്ക് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തു തീർത്ത് രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയില്ല. രക്ഷപ്പെടുത്താനും ആരുമില്ല. അപ്പൊ പിന്നെ അവര് കീഴടങ്ങാന്ന് വിചാരിച്ചു കാണും. ഒരാളുടെ ചെലവിൽ കഴിഞ്ഞിട്ട് എത്ര നാളാ അയാളെ എതിർത്ത് നിൽക്കുക? ചിലപ്പോ അങ്ങനെ ആവാനും വഴിയുണ്ട്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ പ്രശ്നം. നാളെയല്ലേ കല്യാണം? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നേരായ രീതിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. വളഞ്ഞ വഴിക്ക് അങ്ങോട്ട് ചെല്ലാതിരിക്കാനുള്ള പണിയൊക്കെ കാർത്തികേയൻ ചെയ്തു വെച്ച് കാണും. നമ്മുടെ ഒരു ഇടപെടല് അയാളെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അച്ഛൻ ഈ അവസ്ഥയിലായി പോയതാ പറ്റിപ്പോയത്.
കാർത്തികയെ മുതലെടുക്കുക. അയാള് കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തിയെന്ന് വേണം പറയാൻ. ശ്ശേ, ഇനി ദേവിയോട് ഞാനെന്താ പറയാ? നീ ഇറങ്ങിയപ്പോ ദേവിക കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. ഒന്നും നടന്നില്ലെന്ന് എങ്ങനെ മുഖത്തോക്കി പറയുന്നേ? കാര്യം പറയാതെ പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് അടുത്ത അവതാരം കൂടെ വന്ന് താമസം തുടങ്ങി. ആര്? മീര. ഇനി അവളുണ്ടാക്കുന്ന പ്രശ്നങ്ങളോട് സഹിക്കണം. വല്ലാത്തൊരവസ്ഥ തന്നെയാ. എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ല്. ദേവിക നിന്റെ വരവും കാത്തിരിക്കുകയല്ലേ. ഇനിയും പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എത്ര നേരമായിട്ട് നിന്നെ കാത്തിരിക്കുന്നു. ബലരാമന് നിന്നോട് സംസാരിക്കാൻ വേണ്ടി കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. പറഞ്ഞിട്ടും നീ ഇത്രയും ലേറ്റ് ആയത് ഒട്ടും ശരിയായില്ല. അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ മനഃപൂർവ്വം ലേറ്റ് ആയതല്ല. പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എനിക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാ. ബലരാമൻ ഇപ്പൊ വീട്ടിൽ കാണും. നീ ഒന്ന് അവിടെ വരെ പോയി സംസാരിച്ചിട്ട് വാ. ഇപ്പോഴോ? ഞാൻ ആകെ ടയേർഡാ. ഇനിയിപ്പോ അങ്ങോട്ട് പോകാനെന്ന് എനിക്ക് വയ്യ. വെറുതെ കുശലം ചോദിക്കാനല്ല ബലരാമൻ നിന്നെ അത്രയും നേരം ഇവിടെ കാത്തിരുന്നത്. ബിസിനസിന്റെ പല കാര്യങ്ങളും നീയുമായിട്ട് ഡിസ്കസ് ചെയ്യാനാ. ബലരാമൻ കൂടെ സ്ഥലത്തില്ലാതായാൽ എല്ലാം നീ തനിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. അതിനിപ്പോ എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞാൽ ശരിയാവോ? ഓരോ കാര്യങ്ങൾ വരുമ്പോ ബലരാമനങ്ങള് എന്നെ കോണ്ടാക്ട് ചെയ്തോളും. ഒന്നിനും ഒരു കുഴപ്പം വരാതെ ഇതുവരെ ഡീൽ ചെയ്യാൻ പറ്റിയില്ലേ? ഇനി അങ്ങനെ തന്നെ പോവും. അമ്മ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ വിവാഹകാര്യവും അങ്ങനെ തന്നെ മതിയോ? പറയാനുള്ള കാര്യങ്ങൾ പരസ്പരം നേരിട്ട് പറഞ്ഞു ഉറപ്പിക്കണ്ടേ? എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ടങ്ങ് പോയി പറഞ്ഞേക്കട്ടെ. എന്ത്? എന്താ നീ പറയാൻ പോകുന്നത്? അത് ഇനിയും ഞാൻ പറയണോ? എന്റെ അഭിപ്രായം അമ്മ ഈ കാര്യത്തിൽ കണക്കിലെടുത്തിട്ടില്ല ഉണ്ടോ? അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. നിന്റെ വിവാഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താമെന്ന് അച്ഛനോട് ഉറപ്പ് പറഞ്ഞിട്ടാ ബലരാമൻ പോയത്. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? പറ. അച്ഛൻ ബലരാമൻ അങ്കിളിനോട് ഓക്കെ പറഞ്ഞോ? നീ എന്താ എന്നെ പരിഹസിക്കാണോ? അല്ല, വയ്യാതെ കിടക്കുന്ന ഒരാളുടെ അടുത്തിരുന്ന് പറഞ്ഞ ഒരു ആഗ്രഹമല്ലേ അതല്ലേ ബലരാമൻ അങ്കിളിനോടുത്ത വാക്ക്. ഒരു ഡീൽ ഉറപ്പിക്കുന്നത് രണ്ടുപേർ ചേർന്നാണ്. അച്ഛൻ സംസാരിച്ചു തുടങ്ങട്ടെ. മീരെ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ എന്നോട് പറയണം. ഉറപ്പിക്കലും മുഹൂർത്തം കുറിക്കലും ഒക്കെ അത് കഴിഞ്ഞു മതി. സിദ്ധു സംസാരിച്ചു തുടങ്ങിയ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിന് മുമ്പ് പെണ്ണ് വന്ന് ചെറുക്കന്റെ വീട്ടിൽ നിൽക്കുന്നത് ഒരു വകയാ. പുറത്തറിഞ്ഞാൽ വലിയ നാണക്കേടാ. എടി അതൊക്കെ പണ്ടത്തെ കഥയടി. ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല. വെളിനാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന പെണ്ണും ചെക്കനും കുറെ നാൾ ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞിട്ടാ വീട്ടിൽ വന്ന് കല്യാണം കഴിക്കുന്നത്. പിന്നെ എന്തിനാടി ബുദ്ധിമുട്ട് വന്ന് താലി കെട്ടുന്നത്? ഒരു താലി മേടിച്ചങ്ങ് കഴുത്തിലേക്ക് ഇട്ടാ പോരെ. നാട്ടു നടപ്പ് അതല്ലല്ലോ. 4 പേരറിഞ്ഞ് കല്യാണം നടത്തിയാലല്ലേ ശരിയാവുള്ളൂ. നിനക്കതൊന്നും വലിയ പ്രശ്നമല്ലായിരിക്കും. നിന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിച്ചേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചെന്നടി പറയടി അങ്ങോട്ട്. നീ ഒരു കുത്താൻ വരുന്നത് എന്തിനാ? നിന്റെ വീട്ടിൽ അങ്ങനെയല്ലായിരുന്നു. സമ്മതിച്ചു. ആ അങ്ങനെ മര്യാദക്ക് പറ. ഇവിടെ പ്രഭാവോടെ വിളിച്ചോണ്ട് വന്നാ താമസിപ്പിച്ചിരിക്കുന്നത്. നിന്റെ വീട്ടിലെ ഗർഭസത്യാഗ്രഹമല്ലായിരുന്നോ? നിന്റെ കണ്ണിയാ കുത്തിപ്പൊടിക്കൂടി. നീ ഒറ്റടുത്തിയാ അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയത്. ഞാൻ പറഞ്ഞതിനാണോ കുറ്റം? അവള് ഭാഗം കിടക്കൊക്കെ എടുത്തോണ്ട് വന്ന് നിന്റെ വീട്ടിൽ കുറച്ചു ദിവസം കിടന്നില്ലേ?
അതില്ലെന്ന് പറയാമോ നിനക്ക്? ഒരു ദിവസം വന്ന് താമസിച്ചു എന്നുള്ളത് നേരാ. അവൾക്ക് ഗർഭമൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും കെട്ടാൻ പോകുന്ന പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ശുദ്ധ തോന്നിവാസാ, സംശയമില്ല. എന്നാലേ നീ ചെന്ന് പ്രഭക്കുഞ്ഞിനോട് അങ്ങ് പറ. എന്താ ആ? എന്താ എന്നോട് പറയാൻ പറഞ്ഞത്? അത് ഒന്നുമില്ല. ഒന്നുമില്ലേ? കാര്യം പറ ഭാർഗവി. അത് പിന്നെ മീനാക്ഷി ഓണത്തിന്റെ ബോണസിന്റെ കാര്യം പറയാൻ ഇവള് പറയായിരുന്നു. ഓ അതാണോ? സമയാവട്ടെ. ആ ഭാർഗവി, മീര വന്നിട്ടുണ്ട്, കണ്ടല്ലോ? കണ്ടു കുഞ്ഞെ, നന്നായി. ഞങ്ങളത് പറയുമായിരുന്നു. കണ്ട ഹോസ്റ്റലിൽ നിൽക്കുന്നേക്കാളും 100 ഭേദാ. അതെ, ഇവിടെ ആകുമ്പം മീര കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ധൈര്യമായിട്ട് പോകാം. സ്വന്തം വീട്ടിലെന്ന പോലെ ഇവിടെ കഴിയാലോ. പിന്നെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഒരുമിച്ചൊരു വീട്ടിൽ കുറച്ചു കാലം കഴിയുന്നത് വളരെ നല്ല കാര്യമാണെന്നാ എന്റെ ഒരിത്. അവര് തമ്മിലുള്ള ബന്ധം ശരിക്കും അങ്ങ് ഉറയ്ക്കും. മീരയുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് വേണ്ടതുപോലെ ചെയ്യണം. അക്കാര്യം ഓർത്തിട്ട് കുഞ്ഞ് വിഷമിക്കണ്ട. മീര കുഞ്ഞിന് ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം വരാതെ ഞാൻ നോക്കിക്കോളാം. നീ എന്താടി ഓന്തിന്റെ ജന്മോ? നോക്കി നിൽക്കുമ്പോഴേക്ക് നിറം മാറിയല്ലോ. ആ അതങ്ങനെയാ. നില നിക്കണ്ട മോളെ, ഞാൻ തരാൻ പോലെ പറയും. എന്നാലും ഇങ്ങനെയുണ്ടോ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് കാരണം പറഞ്ഞു. ഓ, നിന്നെയൊന്നും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല, അതെനിക്ക് മനസ്സിലായി. നീ എന്നെ വിശ്വസിക്കണ്ട, അത് ഞാൻ സഹിച്ചോളാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നീ ഒന്ന് ആലോചിച്ചു വെക്കേ. എന്ത്? ചന്ദ്രത്ത് നിലവിലുണ്ടായിരുന്നവരാരും വലിയ കുഴപ്പക്കാരൊന്നും അല്ല. ദേവിയെ കൊച്ചമ്മ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കയറി ഭരിക്കാൻ വന്നേ. ഇനി ഈ മീര കൊച്ചമ്മയുടെ കൂടെ ഉപദ്രവം ഉണ്ടായാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? മീര മോളൊരു പാവ. ദേവിക എങ്ങനെയായിരുന്നു, എന്നിട്ട് ഇപ്പൊ എന്തായി? നമുക്ക് കാണാം. അങ്ങനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടതും കേട്ടതും അല്ല സത്യം. ആ ക്രിമിനൽ അകത്ത് തന്നെ കാണും. അമ്മ പുറത്തു പോയിന്ന് പറഞ്ഞതും കള്ളോ. എന്താവശ്യത്തിനായാലും അമ്മ തനിച്ചൊന്നും വാങ്ങാൻ പോവാറില്ല. ശാരിയെ നല്ല പോലെ പേടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ അവള് വന്ന് അങ്ങനെ പറയില്ല, എനിക്ക് ഉറപ്പാ. ശാരിയുടെ സംസാരത്തില് എനിക്ക് സംശയം തോന്നി. ഞാനത് അവരോട് പറയുകയും ചെയ്തു. നിങ്ങൾ എല്ലാവരും കൂടി അകത്ത് കയറി നോക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞത് ദേവി, ആ SI അയാൾ കാർത്തികന്റെ വലം കയ്യാ. അയാളാ ആശ്രയെന്ന് വന്നവരെ പറഞ്ഞു മുടക്കിയത്. ശാരിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ SIയും ദേവിയുടെ അച്ഛനും കൂടെ ദേവിയുടെ കാര്യം എടുത്തിട്ട് എന്നെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു. എല്ലാ പഴുതും അടച്ചാ അച്ഛൻ സംസാരിച്ചത്. അതിന് സപ്പോർട്ടായിട്ട് പോലീസും കൂടെ ചേർന്നപ്പോ ആശ്രയക്കാരെല്ലാം പുറത്തു വെച്ച് അവസാനിപ്പിച്ച് സ്ഥലം വിട്ടു. അമ്മ പുറത്തു പോയിന്ന് പറഞ്ഞപ്പോ നന്ദുവിന് പറയാമായിരുന്നു അവര് രണ്ടുപേരും അവിടെ വീട്ടുതടങ്കലിലാണെന്ന്. ഫോൺ ചെയ്യാനോ പുറത്തു പോവാനോ രണ്ടുപേരെ അനുവദിക്കുന്നില്ലെന്ന്. ഹലോ, അമ്മയെ തനിച്ചവര് പുറത്തു വിടുവോ? വിട്ടാൽ അവരുടെ പ്ലാൻ എല്ലാം പൊളിയില്ലേ? അമ്മയെ കൊണ്ട് അവര് മനഃപൂർവ്വം സംസാരിപ്പിക്കാതിരുന്നതാ. ശരിയാ, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. അമ്മയെ ബന്ദിയാക്കി നിർത്തിയിട്ടാവും അവർ ശാരി പറഞ്ഞു വിട്ടത് അല്ലേ? സംശയം എന്താ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി തുറന്നു കിട്ടിയ ശാരി സത്യം പറയാതിരിക്കോ? ഇവർക്കെന്താ ഇതിന് മാത്രം പറയാനുള്ളത്? ഇതെന്താ സംഭവം? ഇവര് തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഇനി നമ്മളെന്താ വേണ്ടത്? ഇനി എന്ത് ചെയ്യാനാ? അധികാരപ്പെട്ടവരുടെ മുന്നില് ശാരി മൊഴി കൊടുത്തില്ലേ? ഇനി അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാത്രി വേണമെങ്കിൽ നമ്മുടെ ഫോഴ്സിനെ ഇറക്കി ഒരു ഓപ്പറേഷൻ നടത്താം. ഇനി അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല നന്ദു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് കാർത്തികേയൻ നല്ല മുൻകരുതലാവും. അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോ വാദി പ്രതിയാവും. പിന്നെ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ
നാളെ കല്യാണം നടക്കും. കാർത്തികേയന്റെ താലി കഴുത്തി വീണാ പിന്നെ അധിക നേരം ശാരി ജീവനോടെ ഇരിക്കില്ല. എനിക്ക് കിട്ടേണ്ട ശിക്ഷ ഏറ്റുവാങ്ങി അവള്. ഡേവിഡ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി ഉണ്ടാക്കാന്നാ? ഡേവിഡ്, ടെൻഷൻ ആവണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാന്നാ നന്ദു പറയുന്നത്? ചിലപ്പോ മറ്റെന്തെങ്കിലും മാർഗം ശാരി അമ്മയും കണ്ടിട്ടുണ്ടെങ്കിലോ? മീര, എന്താ ആലോചിക്കുന്നേ? അച്ഛനെയും പിരിഞ്ഞ് സങ്കടമാണോ? അതൊന്നും അല്ല ആന്റി. പിന്നെന്താ? ഇവിടെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ? എന്തുണ്ടെങ്കിലും പറയണം. ഞാനൊരു കാര്യം ചോദിച്ചാ അല്ലെങ്കിൽ വേണ്ട? എന്ത് വേണമെങ്കിലും മോൾക്ക് എന്നോട് ചോദിക്കാലോ. എന്താ ചോദിച്ചോ? ഈ ദേവിയെ ഇവിടെ നിർത്തിയിരിക്കുന്ന എന്തിനാ? എന്തിനാ ആന്റി? അങ്കിളിനെ നോക്കാൻ ഫുൾ ടൈം ഒരാള് വേണമല്ലോ, അതിനാ. എന്താ മോളെ? ദേവിക നേഴ്സാണോ? അല്ല, പക്ഷേ അവൾക്കതൊക്കെ അറിയാം. അവള് ബിടെക്കിന് പഠിക്കാന്നല്ല അന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് ഈ കണ്ടീഷനിലുള്ള പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അല്ല, അതിനൊരു നഴ്സ് വേണമെന്നൊന്നുമില്ല. ആന്റി, ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോം നഴ്സിനല്ലേ വെക്കേണ്ടത്? അതെ, പക്ഷേ മുരളിയും കൂടെ കൈയൊഴിഞ്ഞപ്പോ വേറെ ഗതിയൊന്നും ഇല്ലാന്ന് കണ്ട് നിന്നോളാൻ പറഞ്ഞതാ. അതാ. മുരളിയെ കളഞ്ഞിട്ട് പോയ ദേവിക പിന്നെ എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വന്നേ? അത് അങ്കിളിന് ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞ് അങ്ങനെ കാണാൻ വന്നതാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സഹായം ആവുമല്ലോ എന്ന് വിചാരിച്ച. ദേവിക അങ്കിളും അത്ര അടുപ്പത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ടോ? ഇവിടെ അടുക്കളയിൽ നിന്നതല്ലാതെ വേറെന്ത് പരിചയം അവര് തമ്മിലുള്ള?